സോ ഗൈസ് നമ്മൾ നമ്മുടെ ഇത്തിസലാറ്റ് അക്കാഡമിയിൽ നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ പോവാണ്. സോ ഇവിടെ വേൾഡ്സ് എന്ന് പറയല്ലോ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അത് നമ്മൾ ദുബായിൽ നടക്കാണ്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ തൃശ്ശൂരിന്റെ ആ പോസ്റ്ററിന് മുമ്പിൽ വെച്ച് അടിപൊളി ഫോട്ടോ എടുത്തു. അതിങ്ങനെ നമ്മൾ കയറി ശരിക്കും പറയാനോ നമ്മൾ തൃശ്ശൂർ എത്തിയ കറക്റ്റ് ഫീലിംഗ് നമ്മൾ എക്സിബിഷന്റെ ഒക്കെ ടൈമില്ലേ അതേ ഫീലിംഗ് ആണ്. പൂരം എക്സിബിഷൻ അതേ ഫീലിംഗ് ആണ്. നമുക്ക് ഇത്തിസലാറ്റ് അക്കാഡമിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. തൃശ്ശൂർക്കാർ മാത്രമല്ല ഓൾ ഓവർ കേരള ഓൾ മെമ്പേഴ്സ് ആക്കിയ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അടിപൊളി ശരിക്കും ഇവിടെ രണ്ടും നമ്മുടെ എന്താ പറയാ നമ്മുടെ വടക്കുന്നാവിന്റെയും അതുപോലെ പാർമേക്കാവിന്റെയും ശരിക്കും ആ ഒരു ലൈക്ക് സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ശരിക്കും തൃശ്ശൂർ പൂരം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ടോ നമ്മള് ആനകളൊക്കെ വെച്ചെങ്കിലും അത് ഡമ്മി ആനയാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ആ ഒരു ഫീലിംഗ് ഇല്ലാത്തൊരു ശരിക്കും നമ്മൾ ആ സെയിം വൈബ് നമ്മൾ ദുബായില് എനിക്കിപ്പോ കഴിഞ്ഞ വട്ടം മിസ്സായി നമ്മുടെ തൃശ്ശൂർ പൂരം. ഈ വട്ടം അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. കുടമാറ്റം എല്ലാം അടിപൊളി ഒരു സൂപ്പർ സംഭവമാണ്. നമ്മളിപ്പോ മിസ് ഔട്ട് ചെയ്യുന്ന മെയിൻ സംഭവമാണ് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം. പലപ്പോഴും ലാസ്റ്റ് ഇയറിന് എനിക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ക്ലാസ്സും ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൈം ആ ഒരു ഫീലിങ്സ് മൊത്തം നമ്മൾ ഈ തൃശ്ശൂർ പൂരം തീർത്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയല്ലോ തൃശ്ശൂർ പൂരത്തിന്റെ ഈ ഒരു എന്താ പറയാ ആംബിയൻസിൽ നമ്മൾ എന്താ പൂരം മാത്രമാണോ അല്ല, അതിന്റെ ഒപ്പം തന്നെ പല പല കാര്യങ്ങളും ഇവിടെ നടക്കും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതാണ് സ്റ്റേജിൽ DJ വരുന്നു. നമ്മൾ കേരളത്തിൽ എല്ലാ കലാരൂപങ്ങളും അതായത് തെയ്യം, അതുപോലെ എന്താ പറയാ നമുക്ക് ബാൻഡ് സെറ്റ്, അതുപോലെ വേറെ എന്തൊക്കെ ശിങ്കാരി മേളം, നമ്മുടെ കാവടി, എല്ലാ കാര്യങ്ങളും ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഈ ഒരു നമ്മുടെ സംരംഭം ദുബായിൽ അടിപൊളിയായിട്ട് ശരിക്കും എന്താ പറയാ ഒരു വർത്ത് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്താ പറയാ നമ്മള് പൂയത്തിനൊക്കെ കളിക്കുന്ന പോലെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ആ ടൈമിലെ ഫീലിങ്സ് ഉണ്ടായേ. ശരിക്കും അതേ ഒരു തന്നെ അതേ ഒരു ആംബിയൻസും അതേ ഒരു ലൈക്ക് എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നമുക്ക് ഫീൽ ചെയ്തിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ക്രിസ്മസ് വരുന്നതുകൊണ്ട് ക്രിസ്മസിന് ശരിക്കും പറഞ്ഞ മുൻനിർത്തിക്കൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനും അതുപോലെ തന്നെ ലൈക്ക് എന്താ ജീസസ് സ്റ്റോറിയൊക്കെ വെച്ചിട്ട് ഏഞ്ചൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു ഫീൽ ഇതും അവര് ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവിധ എന്താ പറയാ നമ്മുടെ ആക്ടിവിറ്റീസും ലൈക്ക് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ശിങ്കാരിമേളം സൂപ്പറായിരുന്നു. ഇതിലോരോ പരിപാടി കഴിയുമ്പോഴും വേറെ സംഭവങ്ങൾ വെറൈറ്റി ഓഫ് സംഭവങ്ങളാണ് നമ്മളെ ട്രഡീഷൻ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഗീത സൂപ്പറായിരുന്നു. എന്തായാലും ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നാട്ടിലത്തെ പോലെ പക്ഷെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയ ഒരു അടിപൊളി സംഭവമായിരുന്നു. ലൈക്ക് ചിൽഡ്രൻ അതുപോലെ ലേഡീസ് എല്ലാവർക്കും സേഫ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അയ്യപ്പൻ വിളക്ക് വരെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും എന്താ പറയാ നമുക്ക് ആ ഒരു കേരളത്തിന്റെ അതേ ഫീലിംഗ് നാട്ടിലുള്ള ഫീലിംഗ് തോന്നി ഈ കവടി എല്ലാം കൂടി ആയപ്പോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ദുബായിലും അബുദാബിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കലാരൂപങ്ങളും പലർക്കും അറിയില്ല. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് അതൊക്കെ ഒരു അവയർനെസ് കിട്ടാൻ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ദുബായ് തൃശ്ശൂർ പൂരം സംഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു ഗുണം എന്തായാലും ഉണ്ടായി. അതുപോലെ ലൈക്ക് എന്താ പറയുക നമുക്ക് അർമാദിക്കാനും പറ്റി അടിച്ചു പൊളിച്ച്. നമ്മൾ തൃശ്ശൂർക്കാർ മാത്രമല്ല നമ്മൾ പെരുന്നാളിനും എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ പോയി ശരിക്കും ആ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും അവസാനം ഒരു DJ സംഘടിപ്പിച്ചു JM5ന്റെ അടിപൊളി DJ ആണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ലൈക്ക് നെക്സ്റ്റ് ഇയർ ഈ പ്രോഗ്രാമിന് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആനച്ചമയാണ്. ചെറിയൊരു ലൈക്ക് ആനച്ചമയം പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലൈക്ക് എന്താ പറയുക നെറ്റിപ്പട്ടും അതുപോലെ ആനകളുടെ ഫോട്ടോസും അതുപോലെ തന്നെ ശക്തി നമ്പുരാന്റെ ആ ഒരു സ്റ്റാച്യു ഇതെല്ലാം വെച്ചിട്ട് സൂപ്പർ ഒരു ആംബിയൻസ് ആയിരുന്നു. സോ ഇതോടുകൂടി നമ്മൾ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് അടിപൊളി ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഇയർ ഡോണ്ട് മിസ് ദിസ് തൃശ്ശൂർ പൂരം ദുബായ്. See you on next vlog. Bye bye.